ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ സെപ്റ്റംബർ 7 നമ്മുടെ മമ്മൂക്കയുടെ ബർത്ത്ഡേയായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ കുറച്ച് പ്രിപ്പറേഷൻസ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ചെറിയൊരു വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം എന്തായാലും ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്ക. ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ മമ്മൂക്കയുടെ ബർത്ത്ഡേ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വൈകുന്നേരം നമ്മുടെ അഗതി മന്ദിരത്തിലേക്ക് കുറച്ച് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അപ്പം പലർക്കും പല ഭക്ഷണങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ കുറച്ച് പേർക്ക് കഞ്ഞിയും ചമ്മന്തിയും പയറും അതേപോലുള്ള ഫുഡ് അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം കഞ്ഞിയും ചമ്മന്തിയൊക്കെ നമ്മൾ ഈ ഒരു സമയത്ത് നമുക്ക് എവിടെ നിന്ന് കിട്ടാന്നുണ്ട്. അത് പ്രിപ്പയർ ചെയ്ത് എൻ്റെ വൈഫ് തന്നെയാണ്. അതും കൂടെ നമുക്ക് കാണാം. ഇതെന്തോ ഉണ്ടാക്കുവാണ്? ഇതെന്തോ ഉണ്ടാക്കുന്നത്? പയർ തോരൻ. പയർ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നു. അതേപോലെ നമുക്ക് കഞ്ഞിക്ക് വേണ്ട വെള്ളം ഒഴിച്ചിരിക്കുന്നു. അപ്പം നമുക്കൊക്കെ വേണ്ടി ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? ഹാപ്പി അല്ലേ? അപ്പോൾ ഒരു നമുക്കൊക്കെ ഒരു ഹാപ്പി ബർത്ത്ഡേ പറയാൻ പറ്റുമോ? ആരോഗ്യ ആയുസ്സുമായിട്ട് ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്ക. അപ്പോൾ നല്ല വൈകുന്നേരം നമ്മൾ കൊടുക്കുന്നത് പൊറോട്ടയും ഇടിയപ്പവുമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നല്ല ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ കറി ഉണ്ടാക്കിയത് നമ്മുടെ പൊന്നാര ഉമ്മയാണ് കേട്ടോ. നല്ല കിടിലനായിട്ടാണ് ചിക്കൻ കറിയൊക്കെ എന്നാ പുള്ളിക്കാരിക്ക് ഒരു ലൈക്ക് നിങ്ങൾ കൊടുക്കത്തില്ലേ? അങ്ങനെ ഉച്ചയൂണിൻ്റെ സമയമായി. അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ പ്ലാൻ ഉച്ചയൂണിന് ഞങ്ങൾ എന്തായാലും വഴിയിലൊക്കെ ഒരുപാട് പേര് ഭക്ഷണം കിട്ടാറുണ്ട്. അവർക്കെല്ലാം ഭക്ഷണം കൊടുക്കുക എന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞ് ചെറിയൊരു കേക്ക് മുറി നമ്മുടെ ആലപ്പുഴ സീതാസ് തിയേറ്ററിൽ വെച്ചാണ് ഞങ്ങൾ കേക്ക് മുറിച്ചത്. പിള്ളേരാണ് നമുക്കവിടെ ഏറ്റവും വലിയൊരു വീക്ക്നെസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ വന്ന കുറച്ച് പിള്ളേരൊക്കെ ആയിട്ട് നിർത്തി നല്ല കിടിലനായിട്ട് ഒരു കേക്ക് കട്ടിങ് ഒക്കെ ചെയ്തു. അവർക്ക് കേക്കൊക്കെ കൊടുത്തു. അങ്ങനെ ആ പ്രോഗ്രാമും കഴിഞ്ഞു. വൈകുന്നേരം നമ്മുടെ അടുത്തുള്ള വൃദ്ധസദനത്തിൽ ഞങ്ങൾ ഭക്ഷണമായിട്ട് ചെന്നു. ഞങ്ങൾ ഇന്ന് കൊടുക്കുന്ന ഭക്ഷണമാണ് നിങ്ങളീ കാണുന്നത്. ഭക്ഷണം കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അത് എന്തിലും വലുതാണ്. ഇതെല്ലാം നമ്മളെ ചെയ്യാനായിട്ട് നമുക്ക് ഒരു ഇൻസ്പിറേഷൻ തന്നത് നമ്മുടെ മമ്മൂക്കയാണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് മമ്മൂക്ക പറഞ്ഞത്, എൻ്റെ ഫാൻസ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫാൻസ് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ വെൽഫെയറിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്ന് പറഞ്ഞതും. അപ്പോൾ മമ്മൂക്കയുടെ ഇപ്പോഴത്തെ ഈ ചെറിയ ബുദ്ധിമുട്ടുകളിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്തതിൽ സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. വീഡിയോ കാണുന്ന നിങ്ങളും മമ്മൂക്കയുടെ ആരോഗ്യത്തിനും ആയുസ്സിനും വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അതോടൊപ്പം ഒരു കാര്യം കൂടെ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചോട്ടെ, നമ്മളും ഒരു നാൾ പ്രായമാകും. നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് എന്ത് കാണിക്കുന്നോ അത് തന്നെയായിരിക്കും നമ്മുടെ മക്കളും നമ്മളോട് കാണിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു വലിയ വാചകം കൂടെ നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബൈ.